ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കമ്മ്യൂണിറ്റി ടാബിൽ ഞാനൊരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ നെക്സ്റ്റ് ടൈം എൻ്റെ അടുത്തുനിന്ന് കാണാൻ ആഗ്രഹിക്കുന്ന വീഡിയോ ടോപ്പിക് എന്താണെന്ന് ചോദിച്ചിട്ട്. അപ്പം നിങ്ങളിൽ കൂടുതൽ പേരും പറഞ്ഞത് കാൽഷ്യം ഡെഫിഷ്യൻസി റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും സംസാരിക്കണം എന്നാണ്. സോ നിങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ തന്നെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ബോഡിയിൽ കാൽഷ്യം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെ, അതേപോലെ കാൽഷ്യത്തിന്റെ കുറവ്, കാൽഷ്യം ഡെഫിഷ്യൻസി നമ്മുടെ ബോഡിയിൽ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ബോഡി കാണിക്കുന്ന സിംറ്റംസ് എന്തൊക്കെ, അതേപോലെ കാൽഷ്യം എന്തുകൊണ്ട് നമ്മുടെ ബോഡിയിൽ കുറയുന്നു, കാൽഷ്യത്തിന്റെ ലെവൽ നമ്മുടെ ബോഡിയിൽ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെ. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയുടെ ഡീറ്റെയിലിംഗിലേക്ക് പോവാം. കാൽഷ്യവുമായി റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഉണ്ട്. അത് നിങ്ങൾ ആദ്യം തന്നെ ഓർത്തിരിക്കണം. എന്നാൽ മാത്രമേ ഞാൻ ബാക്കി കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, ഒരു ദിവസം നമ്മുടെ ശരീരത്തിന് 1000 മില്ലിഗ്രാം കാൽഷ്യമാണ് ആവശ്യം. 1000 മില്ലിഗ്രാം. ഓക്കെ, എന്നാൽ ചിൽഡ്രൻസിന്, കുട്ടികളില്, പ്രായമുള്ളവരില്, പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസിന്, ലാക്ടേറ്റിംഗ് ലേഡീസിന്, ഇവർക്കൊക്കെ മീൻസ് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന ലേഡീസിന്, ഇവർക്കൊക്കെ ഒരു ദിവസം 1200 മുതൽ 1300 മില്ലിഗ്രാം വരെ ഒരു ദിവസം കാൽഷ്യം ആവശ്യമാണ്. ഓക്കെ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് മാത്രമേ നമ്മുടെ ശരീരത്തിലേക്ക് കാൽഷ്യം എത്തുന്നുള്ളൂ. ഓക്കെ, പിന്നെ ഈ കാൽഷ്യം നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാലും ശരീരത്തിന്റെ അകത്തേക്ക് ഇത് അബ്സോർബ് ചെയ്യണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ആവശ്യമായ ലെവലിൽ വൈറ്റമിൻ ഡി കൂടെ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിലേക്ക് കാൽഷ്യം അബ്സോർബ് ചെയ്യപ്പെടുള്ളൂ. ഓക്കെ, പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള കാൽഷ്യം അത്രയും തന്നെ നമ്മുടെ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യുന്നുണ്ടോ? ഇല്ല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒരു 50% മാത്രമേ നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യുന്നുള്ളൂ. അതേപോലെ തന്നെ കാൽഷ്യത്തിന്റെ ലെവൽ നമ്മുടെ ബോഡിയിൽ കൂടിയാലും കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതിൽ നമ്പർ 1 എന്ന് പറയുന്നത് ഗ്യാസ് കൂടിയിട്ട് വയറ് ഇങ്ങനെ കെട്ടിപ്പൊങ്ങാന്നൊക്കെ പറയണ കേട്ടിട്ടില്ലേ, ബ്ലോട്ടിങ്, അത് ഉണ്ടാവും. പിന്നെ ഹാർട്ട് റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടാവും. പിന്നെ കിഡ്നിയിൽ സ്റ്റോൺ ഉണ്ടാവും. പിന്നെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പം ഇത്രയും പോയിന്റ്സ് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിൽ ഓർത്തിരിക്കണം. ഓക്കെ, ഇനി ഞാൻ നെക്സ്റ്റ് പറഞ്ഞു തരാൻ പോകുന്നത് കാൽഷ്യം നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്ന ഫങ്ഷൻസ് എന്തൊക്കെ, എന്തിനാണ് നമ്മുടെ ശരീരത്തിൽ കാൽഷ്യം ആവശ്യം. നമ്പർ 1 എന്ന് പറയുന്നത് നമ്മുടെ എല്ലിനും പല്ലിനും കാൽഷ്യം അതിന്റെ ഫോർമേഷന് വേണ്ടിയിട്ടും അത് സ്ട്രോങ് ആയി ഇരിക്കാൻ വേണ്ടിയിട്ടും പൊട്ടിപ്പോവാതിരിക്കാനും ഒക്കെയും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒരു 99% കാൽഷ്യവും പോകുന്നതും ഫങ്ഷൻ ചെയ്യുന്നതും നമ്മുടെ എല്ലിനും പല്ലിനും വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം റിമൈനിങ് കാൽഷ്യം ഈ എല്ലിനും പല്ലിനും ഒക്കെ പോയി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാൽഷ്യം എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മസിൽസ് ഉണ്ടല്ലോ, മസിൽസ് കൺട്രാക്ട് ചെയ്യാനും റിലാക്സ് ചെയ്യാനും മസിൽസിന്റെ നോർമൽ ഫങ്ഷൻസ് ഉണ്ടല്ലോ അതിന് വേണ്ടിയിട്ട്, അത് ഇൻക്ലൂഡിങ് ഹാർട്ട് മസിൽസ് ആണ് കേട്ടോ. ഹാർട്ട് മസിൽസിന്റെ നോർമൽ ഫങ്ഷനിങ്ങിന് കൂടി വേണ്ടിയിട്ട് കാൽഷ്യം ആവശ്യമാണ്. നെക്സ്റ്റ് 1 എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിന്റെ അകത്തുനിന്ന് നമ്മുടെ മറ്റു ബോഡി പാർട്സിലേക്ക് പ്രോപ്പറായിട്ട് സിഗ്നൽ ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് കാൽഷ്യം ആവശ്യമാണ്. പിന്നെ മെമ്മറിക്ക് വേണ്ടിയിട്ട് കാൽഷ്യം ആവശ്യമാണ്. കിഡ്നിയുടെ നോർമൽ ഫങ്ഷന് വേണ്ടിയിട്ട് കാൽഷ്യം ആവശ്യമാണ്. BP നോർമൽ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, BP വേരിയേഷൻസ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് കാൽഷ്യം ആവശ്യമാണ്. നെക്സ്റ്റ് 1 എന്ന് പറയുന്നത് നമ്മുടെ ഹോർമോൺസിന്റെ നോർമൽ റിലീസിന് വേണ്ടിയിട്ടും ഫങ്ഷനിങ്ങിന് വേണ്ടിയിട്ടും ഒക്കെയും കാൽഷ്യം ആവശ്യമാണ്. ഹെയർ നല്ല ഗ്രോത്ത് ഉണ്ടാവാനും നല്ല സ്ട്രോങ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും പെട്ടെന്ന് ഹെയർ ഫോൾ ഒന്നും ഉണ്ടാവാതിരിക്കാനും കാൽഷ്യം ആവശ്യമാണ്. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് 1 എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ വൈറ്റമിൻ B12 ഉണ്ടല്ലോ, അതിൻ്റെ അബ്സോർപ്ഷൻ നമ്മുടെ ബോഡിയിൽ നോർമലി നടക്കണമെങ്കിൽ കാൽഷ്യം ആവശ്യമാണ്. അതേപോലെ തന്നെ നമ്മുടെ ബോഡിയുടെ നോർമൽ മെറ്റബോളിസം
പ്രോപ്പറായിട്ട് നടക്കാനും അതേപോലെ വെയിറ്റ് കൂടാതിരിക്കാൻ, വെയിറ്റ് ലൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെയും കാൽഷ്യം നമ്മുടെ ബോഡിക്ക് ആവശ്യമാണ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് കാൽഷ്യം, ഇത്രയും നല്ല മെയിൻ ആയിട്ട് എടുത്തു പറയേണ്ട കാര്യങ്ങൾ ഇത്രയൊക്കെയാണ് കാൽഷ്യം നമ്മുടെ ബോഡിയിൽ ചെയ്യുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മുടെ എല്ലിനും പല്ലിനും വേണ്ടിയിട്ടാണ് കൂടുതൽ എമൗണ്ട് ഓഫ് കാൽഷ്യവും ഫങ്ഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് കാൽഷ്യത്തിന്റെ ഫങ്ഷൻ. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്, സപ്പോസ് നമ്മുടെ ബോഡിയിൽ കാൽഷ്യം കുറഞ്ഞു, നമുക്ക് എങ്ങനെ മനസ്സിലാവും നമ്മുടെ ബോഡി തരുന്ന സിംറ്റംസ് എന്തൊക്കെ? അതാണ് ഇനി ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. എല്ലിന് വേദന, അത് കഴുത്ത് വേദനയാവാം, ബാക്ക് പെയിൻ ആവാം, അതല്ലെങ്കിൽ ജോയിന്റ് പെയിൻ ആവാം, അതല്ലെങ്കിൽ നടക്കുമ്പം സ്റ്റെപ്പൊക്കെ കയറുമ്പോൾ ഇങ്ങനെ ജോയിന്റ് മുട്ടിനൊക്കെ കാൽമുട്ടിനൊക്കെ ഇങ്ങനെ ഉരസുന്ന പോലുള്ള ഒരു ഫീലിംഗ് നമുക്ക് കേൾക്കാൻ പറ്റും. അതിങ്ങനെ എല്ലുകൾ തമ്മിൽ ഉരസുന്നതും ഇങ്ങനെ പൊടിയാവുന്ന ഒരു ഫീല് നമുക്ക് തോന്നും. അതൊക്കെ ഉണ്ടാവുന്നത് ഈ കാൽഷ്യം ഡെഫിഷ്യൻസി കാരണമാണ്. മെയിനായിട്ട് എല്ലിനൊക്കെ ഭയങ്കര വേദനയായിരിക്കും. അതേപോലെ തന്നെ പിന്നെ പല്ലിനാണെങ്കിൽ പല്ല് പെട്ടെന്ന് പൊട്ടിപ്പോവാം. പല്ലിന് ചിലർക്കൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു വൈറ്റിഷ് ഒരു ഡെപ്പോസിറ്റ് ഉണ്ടാവും പല്ലിന്. ചിലർക്ക് ഇങ്ങനെ ബ്ലാക്ക് കളർ ഒരു ഡെപ്പോസിറ്റ് ആയിരിക്കും. പെട്ടെന്ന് പല്ല് പൊട്ടിപ്പോവാം. ഫുഡ് കഴിക്കുമ്പോൾ തന്നെ എന്തെങ്കിലും ഇപ്പോൾ ഒരു ചിക്കൻ കാലൊക്കെ കഴിക്കുമ്പോൾ പെട്ടെന്ന് പല്ല് പൊട്ടിപ്പോവാം. അപ്പം ഇതൊക്കെ ഒരു സിംറ്റമാണ്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മസിൽ പെയിൻ, ക്രാംസ് ഉണ്ടാവും. മസിൽ പിടുത്തം എന്ന് പറയില്ലേ, ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും മസിൽ ക്രാംസ് എന്ന് പറയുന്നത്. ലൈക്ക് കൺട്രാക്ട് ചെയ്തിട്ട് മസിൽ പിന്നെ റിലാക്സ് ചെയ്യില്ല, കുറച്ചു നേരത്തേക്ക് ഇങ്ങനെ ഭയങ്കര പെയിൻ ആയിട്ട് ഈ തണുപ്പ് കാലത്തൊക്കെയാണ് ചിലർക്ക് കൂടുതൽ ഫീൽ ചെയ്യുന്നത്. ആക്ച്വലി കാൽഷ്യം ഡെഫിഷ്യൻസി ഉള്ളവർക്കാണെങ്കിൽ ഈ മസിൽ ക്രാംസ് ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടേയിരിക്കും. പിന്നെ മസിൽ പെയിൻ ഉണ്ടാവും, പെട്ടെന്ന് മീൻസ് ഭയങ്കര വീക്ക്നെസ് ഫീൽ ചെയ്യും, ഭയങ്കര ടയേർഡ് ആയിട്ട് ഫീൽ ചെയ്യും. പിന്നെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മെൻസ്ട്രൽ പീരീഡ്. ആ ഒരു പീരീഡ്സിന്റെ സമയത്തുണ്ടല്ലോ ഭയങ്കര വയറുവേദന, ഭയങ്കര ഒരു മെൻസ്ട്രൽ ക്രാംസ് ഉണ്ടല്ലോ, അത് ഭയങ്കര സിവിയർ ആയിരിക്കും. പിന്നെ ലേഡീസിനായാലും ജെൻസിനായാലും ഹെയർ ഫോൾ ഉണ്ടാവും, ഭയങ്കരമായിട്ട് മുടി കൊഴിഞ്ഞു പോവുക. പിന്നെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഉറക്കക്കുറവ്, എത്ര ഉറങ്ങാൻ വേണ്ടി ശ്രമിച്ചാലും ഉറങ്ങാൻ പറ്റാതിരിക്കുക. അതേപോലെ മെമ്മറി ലോസ്, മീൻസ് പെട്ടെന്ന് തന്നെ പല കാര്യങ്ങളും ഇങ്ങനെ മറന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ. അതേപോലെ കൈവിരലിലാണെങ്കിൽ ഒരു എന്താ പറയുക, നംനെസ് മീൻസ് തരിപ്പ് എന്നൊക്കെ പറയില്ലേ, കൈയുടെ വിരലിനൊക്കെ ഇങ്ങനെ ഒരു തരിപ്പ് അനുഭവപ്പെടുക, ഒരു ടിംഗ്ലിംഗ് സെൻസേഷൻ ഉണ്ടാവും. അതേപോലെ നഖത്തിന് ഒരു വൈറ്റിഷ് ഒരു ഡോട്ട് അതല്ലെങ്കിൽ ഒരു വര പോലെ നിങ്ങൾക്ക് ഇടയ്ക്ക് കാണാറുണ്ട്. ആക്ച്വലി ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു വിശ്വാസമുണ്ട്, ഈ നഖത്തിന് ഈ ഒരു വൈറ്റ് ലൈൻ വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ നഖം വളരുമ്പോൾ അതിങ്ങനെ വെട്ടി വെട്ടി കളയില്ലേ, അപ്പം അത് വെട്ടിക്കളയുന്ന ദിവസം നമുക്ക് പുതിയ ഡ്രസ്സ് കിട്ടും. ആക്ച്വലി ചെറുപ്പത്തിലൊക്കെ എനിക്ക് ആ വൈറ്റ് ലൈൻ വരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു, എനിക്ക് പുതിയ ഡ്രസ്സ് കിട്ടാൻ പോവാണ്. പക്ഷേ ഇത് ആക്ച്വലി കാൽഷ്യം ഡെഫിഷ്യൻസി കാരണമാണ് ഈ നഖത്തിന് വൈറ്റ് ലൈനൊക്കെ വരുന്നത് കേട്ടോ, കാൽഷ്യത്തിന്റെ കുറവ് കാരണം, അല്ലാതെ പുതിയ ഡ്രസ്സ് കിട്ടാൻ പോകുന്നത് കൊണ്ടല്ല. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നഖം പൊട്ടിപ്പോവാം. നഖത്തിന് ഇങ്ങനെ ഒരു വര പോലെ ഇങ്ങനെ വീണിട്ട് പിന്നെ സ്ലോലി നഖം പൊട്ടിപ്പോവുക, പെട്ടെന്ന് പൊട്ടിപ്പോവുക. അതൊക്കെയാണ് നഖത്തിനും വിരലിനും വരുന്ന പ്രശ്നം എന്ന് പറയുന്നത്. പിന്നെ ബ്ലഡ് പ്രഷറിന്റെ വേരിയേഷൻ, ബ്ലഡ് പ്രഷർ ഇങ്ങനെ കൂടിയും കുറഞ്ഞും കൊണ്ടേയിരിക്കുക. പിന്നെ ഒരു ഉന്മേഷക്കുറവ്, ഒന്നും ചെയ്യാൻ ഒരു താല്പര്യമില്ല, ഭയങ്കര ഇങ്ങനെ ഒരു തൂങ്ങിയിരിക്കുക. അപ്പം ഇത്രയൊക്കെയാണ് കാൽഷ്യത്തിന്റെ കുറവ് നമ്മുടെ ബോഡിയിൽ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ബോഡി നമുക്ക് തരുന്ന ഒരു സിംറ്റം എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് ഇത് കൂടുതൽ എഫക്ട് ചെയ്യുന്നത് പല്ലിനെയും എല്ലിനെയും ആണ് കേട്ടോ, പിന്നെ നഖത്തിനൊക്കെ. അപ്പം ഇത് സപ്പോസ് കാൽഷ്യത്തിന്റെ കുറവ് ഒത്തിരി കുറഞ്ഞു പോവുകയാണെങ്കിൽ ഫൈനലി അതിന്റെ കോംപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഓസ്റ്റിയോപോറസിസ് എന്ന് പറയുന്ന ഒരു സിവിയർ ആയിട്ടുള്ള ഒരു അസുഖമുണ്ട്. എല്ല് പൊട്ടിപ്പോവുക, ഒട്ടും ബലം ഉണ്ടാവില്ല എല്ലിന്. നമ്മൾ ജസ്റ്റ് ഒന്ന് സൈക്കിളിൽ നിന്ന് വീണാൽ എല്ല് പൊട്ടുക, അതല്ലെങ്കിൽ ബസ്സിൽ ഇപ്പൊ നമ്മൾ തിരക്കിട്ട് കയറുമ്പം കാലെങ്ങാനും അവിടെ ഇവിടെ തട്ടിയിട്ടുണ്ടെങ്കിൽ എല്ല് പൊട്ടുക, ജസ്റ്റ് കയ്യെങ്ങാനും പെട്ടെന്ന് മാറ്റുമ്പോൾ എവിടെയെങ്കിലും തട്ടിയിട്ടുണ്ടെങ്കിൽ കൈയുടെ എല്ല് പൊട്ടുക. അങ്ങനെ പെട്ടെന്ന് ഒട്ടും സ്ട്രോങ് ആയിരിക്കില്ല ബോൺ. അപ്പം ബലം അത്രയ്ക്ക് കുറഞ്ഞിട്ട് പെട്ടെന്ന് എല്ല് പൊട്ടിപ്പോകുന്ന ഒരവസ്ഥ, അതിലേക്കാണിത് ഫൈനലി എത്തുക. അതാണ് അതിൻ്റെ ഒരു മോസ്റ്റ് സിവിയർ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്.
അപ്പം ഇത്രയൊക്കെയാണ് ആദ്യം തന്നെ നമ്മുടെ ബോഡി തരുന്ന സിംറ്റംസ് ആണ് ഞാൻ ആദ്യം പറഞ്ഞ ലിസ്റ്റ് ഓഫ് സിംറ്റംസ്. ഇതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണില്ല, ജസ്റ്റ് ചുമ്മാ അങ്ങനെ വിട്ട് കളയാണെങ്കിൽ ഫൈനലി ഈ ഒരു ഓസ്റ്റിയോപോറോസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസുഖത്തിലേക്കാണ് ഇത് ലീഡ് ചെയ്യുക. ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ കാൽഷ്യത്തിന്റെ അളവ് കുറയുന്നത്. എന്തെങ്കിലുമൊക്കെ ഒരു കാരണം ഉണ്ടാവണമല്ലോ കാൽഷ്യം കുറയാൻ വേണ്ടിയിട്ട്. അതെന്താണെന്നാണ് നമ്മൾ ഇനി ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, നമ്മുടെ ശരീരത്തിലേക്ക് കാൽഷ്യം എത്തുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയാണ്. ഓക്കെ, അപ്പൊ സപ്പോസ് നമ്മൾ കാൽഷ്യത്തിന്റെ അളവ് കുറവുള്ള ഭക്ഷണമായിരിക്കും കൂടുതൽ കഴിക്കുന്നത്. കാൽഷ്യം കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണം നമ്മൾ കഴിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ശരീരത്തിൽ കാൽഷ്യത്തിന്റെ അളവ് കുറവായിരിക്കും. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാൽഷ്യം നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യണമെങ്കിൽ നമ്മുടെ ബോഡിയിൽ വൈറ്റമിൻ ഡി കൂടെ ഉണ്ടായിരിക്കണം. സപ്പോസ് നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡിയുടെ അളവ് കുറവാണെങ്കിലും നമ്മുടെ ബോഡിയിൽ കാൽഷ്യം കുറയും. സോ നമ്മൾ കാൽഷ്യത്തിന്റെ ലെവൽ നമ്മുടെ ബോഡിയിൽ എത്രത്തോളം ഉണ്ട്, മീൻസ് നമ്മുടെ ബോഡി ഈ സിംറ്റംസ് ഒക്കെ കാണിക്കുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവുമല്ലോ ചിലപ്പോൾ കാൽഷ്യം കുറഞ്ഞിട്ടായിരിക്കും. അപ്പൊ നമ്മൾ ലാബിൽ പോയിട്ട് കാൽഷ്യത്തിന്റെ ലെവലൊക്കെ ചെക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ നിങ്ങൾ നിർബന്ധമായിട്ടും വൈറ്റമിൻ ഡിയുടെ അളവും കൂടെ ചെക്ക് ചെയ്യണം. സപ്പോസ് ചിലപ്പോൾ നിങ്ങൾക്ക് കാൽഷ്യം നോർമൽ ആയിട്ടായിരിക്കും ലാബ് റിപ്പോർട്ട് വരുന്നത്, പക്ഷേ വൈറ്റമിൻ ഡി കുറവായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം കൂടെ നിങ്ങൾ അതിന്റെ കൂട്ടത്തിൽ ചെക്ക് ചെയ്യണം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ഗട്ടിൽ എന്തെങ്കിലുമൊക്കെ അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ, ദാറ്റ് മീൻസ് നിങ്ങളുടെ ഗട്ട് ചിലപ്പോൾ ഹെൽത്തി ഗട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ പോകുന്ന ഫുഡിൽ നിന്നും കാൽഷ്യം നിങ്ങളുടെ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടില്ല. ഓക്കെ, അത് ഒരു കാരണമാണ്. പിന്നെ നിങ്ങൾ കഴിക്കുന്ന ഫുഡ് അതിനെന്തെങ്കിലും നിങ്ങൾ അലർജിക് ആണ്, എസ്പെഷ്യലി കാൽഷ്യം കൂടുതൽ അടങ്ങിയിട്ടുള്ളത് മിൽക്ക് പ്രൊഡക്ട്സിലാണ്. സപ്പോസ് നിങ്ങൾക്ക് മിൽക്ക് പ്രൊഡക്ട്സിനോട് നിങ്ങളുടെ ബോഡി അലർജിക് ആണെങ്കിൽ നിങ്ങൾക്ക് കാൽഷ്യം ലെവൽ കുറയാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. പിന്നെ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടുതലായിട്ടും കഫീൻ അടങ്ങിയിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ കോഫി ഐറ്റംസ് ഒക്കെ നിങ്ങൾ കൂടുതൽ കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബോഡിയിൽ കാൽഷ്യം കുറഞ്ഞു വരുന്നതായിട്ട് കാണാറുണ്ട്. പിന്നെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഹോർമോണൽ ഇംബാലൻസ്. അതിൽ എടുത്തു പറയേണ്ടതാണ് ഈസ്ട്രോജൻ. ലേഡീസിനാണെങ്കിൽ PCOD ഉള്ളവർക്ക് ഈസ്ട്രോജന്റെ ലെവൽ കുറവായിരിക്കും, അപ്പം അവർക്ക് കാൽഷ്യം കുറവായിട്ട് കാണാറുണ്ട്. അതേപോലെ തന്നെ മെനോപോസ് ലേഡീസിന്, ആർത്തവം നിന്നിട്ടുള്ള ലേഡീസ് ഒരു 50-55 ഏജ് ഒക്കെ ആവുമ്പം യൂഷ്വലി മെൻസ്ട്രേഷൻ സ്റ്റോപ്പ് ആവാറുണ്ട്. അപ്പം അവർക്കൊക്കെ കാൽഷ്യം ബോഡിയിൽ കുറവായിട്ട് കാണാറുണ്ട്. പിന്നെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് തൈറോയിഡ് ലെവൽസിന്റെ വേരിയേഷൻസ് ഉള്ളവർക്കും കാൽഷ്യം ബോഡിയിൽ കുറവായിട്ട് കാണാറുണ്ട്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആവശ്യത്തിന് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം നിങ്ങൾ കഴിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ബോഡിയിൽ കാൽഷ്യം കുറവായിട്ട് കാണാറുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ ഈ ടൊബാക്കോ യൂസ് ഉണ്ടല്ലോ, അതിപ്പോ സ്മോക്കിംഗ് ആയാലും ശരി, മുറുക്കുകയില്ലേ, മുറുക്കൽ, അങ്ങനെ ആയാലും ശരി, നിങ്ങൾ ടൊബാക്കോ യൂസ് ചെയ്യുന്ന ആളാണെങ്കിലും നിങ്ങളുടെ ശരീരത്തിൽ കാൽഷ്യം കുറഞ്ഞു വരുന്നതായിട്ട് കാണാറുണ്ട്. ഓക്കെ, അപ്പം ഇത്രയൊക്കെയാണ് എടുത്തു പറയേണ്ട കാരണങ്ങൾ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ശരീരത്തിൽ കാൽഷ്യത്തിന്റെ അളവ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എന്തൊക്കെയാണ് നമ്മൾ കഴിക്കേണ്ട ഫുഡ് ഐറ്റംസ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, നമ്മുടെ കാൽഷ്യം കൂടുതലും നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടിയാണ്. അപ്പം ഈ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടുതൽ കാൽഷ്യം അടങ്ങിയിട്ടുള്ളത് മിൽക്ക് പ്രൊഡക്ട്സിലാണ്. അപ്പം കൂടുതലായിട്ട് മിൽക്ക് കുടിക്കുക. ഓക്കെ, പാല് കൂടുതലായിട്ട് കുടിക്കുക. സപ്പോസ് പാല് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ, അതല്ലെങ്കിൽ പാല് ഇഷ്ടമുള്ളവർക്കും ഇഷ്ടമില്ലാത്തവർക്കും കഴിക്കാൻ പറ്റുന്ന മറ്റ് മിൽക്ക് പ്രൊഡക്ട്സ് ഉണ്ട്. ചീസ്, കേട്, പനീർ, അങ്ങനെയുള്ള ഐറ്റംസ്. പാല് ഇഷ്ടമില്ല, എസ്പെഷ്യലി കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ചീസൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാവല്ലേ. അപ്പം അങ്ങനെയുള്ള മിൽക്ക് പ്രൊഡക്ട്സ് ഒക്കെ നിങ്ങൾ കൂടുതൽ കഴിക്കാൻ വേണ്ടി ശ്രമിക്കാം. പിന്നെ നട്ട്സ് ഉണ്ടല്ലോ, ഈ പറയുന്ന കാഷ്യൂസ്, ആൽമണ്ട്സ്, അങ്ങനെയുള്ള നട്ട്സ് ഒക്കെ നിങ്ങളുടെ ഡയറ്റിൽ കൂടുതലായിട്ട് കഴിക്കാം. പിന്നെ സീഡ്സ്, എസ്പെഷ്യലി ചിയ സീഡ്സ് ഒക്കെ നിങ്ങളെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് എടുത്ത് പറയാനാണെങ്കിൽ ചീര, ലെറ്റ്യൂസ്, മുരിങ്ങയില, കൊറിയാൻഡർ ലീവ്സ്, അതൊക്കെ നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡ്രൈ ഫിഗ് ഉണ്ടല്ലോ, ഫിഗ്സ്, അതൊക്കെ കഴിക്കുക. അതേപോലെ തന്നെ ടോഫു, പനീർ പോലെ തന്നെ ഒരു വൈറ്റ് ഒരു ബ്ലോക്ക് ആയിട്ട് കിട്ടുന്ന ടോഫു ഉണ്ട്, അതിലും കാൽഷ്യം കൂടുതലാണ്, അത് കഴിക്കുക.
പിന്നെ പയറുവർഗ്ഗങ്ങൾ എല്ലാറ്റിലും കാൽഷ്യം ആവശ്യത്തിനുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ ഫിഷ്, കുഞ്ഞു കുഞ്ഞു ഫിഷ് ഉണ്ടല്ലോ, ഈ മത്തി, മീൻസ് ചാള, അത് അതേപോലെ നത്തോലി, അങ്ങനെയുള്ള ചെറിയ ചെറിയ ഫിഷ്, അതിലൊക്കെ കാൽഷ്യം ഒത്തിരി അടങ്ങിയിട്ടുണ്ട്. അതൊക്കെ കൂടുതലായിട്ടും നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ. പിന്നെ നിങ്ങൾ ചിലർക്കൊക്കെ എത്ര ഫുഡ് കഴിച്ചിട്ടും കാൽഷ്യം നോർമൽ ആവുന്നില്ല എന്നൊക്കെ പറയാം, അപ്പം പറയുന്നേക്കാറുണ്ട്. അപ്പം അവർക്കൊക്കെ ആണെങ്കിൽ മെഡിക്കൽ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ കാൽഷ്യം ടാബ്ലറ്റ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ഡോക്ടറിന്റെ അടുത്ത് പോയി ഡോക്ടർ തരുന്ന പ്രിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ഒരു ഡോസ് തരുമല്ലോ, അപ്പൊ ആ ഒരു ഡോസിനനുസരിച്ചിട്ട് തന്നെ നിങ്ങൾ കാൽഷ്യം സപ്ലിമെന്റ്സ് കഴിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ. അതല്ലാതെ നിങ്ങളുടെ ഇഷ്ടത്തിന് കഴിച്ചു കഴിഞ്ഞാൽ കാൽഷ്യം കൂടിയാലും പ്രശ്നമാണ്, ഞാൻ ആദ്യം പറഞ്ഞില്ലേ. അപ്പം ഡോക്ടർ പറയുന്നതിനനുസരിച്ചിട്ട് ആ ഒരു കറക്റ്റ് ഡോസ് തന്നെ ഫോളോ ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ. അങ്ങനെ കാൽഷ്യം സപ്ലിമെന്റ്സ് എടുക്കാം. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കാൽഷ്യം സപ്ലിമെന്റ്സ് എടുക്കുമ്പോൾ അയേൺ ടാബ്ലറ്റ് ഉണ്ടല്ലോ, അതിന്റെ കൂടെ കാൽഷ്യം ടാബ്ലറ്റ് കഴിക്കാൻ പാടില്ല. ഓക്കെ. അതേപോലെ തന്നെ കാൽഷ്യം സപ്ലിമെന്റ്സ് കഴിക്കുമ്പോൾ അതിന്റെ കൂടെ ഈ കഫീൻ അടങ്ങിയിട്ടുള്ള കോഫി ഒന്നും അതിന്റെ കൂടെ, കോഫി, ടീ, അതൊന്നും അതിന്റെ കൂടെ കഴിക്കരുത്. ഈ പറയുന്ന ഐറ്റംസും കാൽഷ്യത്തിന്റെ അബ്സോർപ്ഷൻ കുറയ്ക്കും. പക്ഷേ നിങ്ങൾക്ക് കാൽഷ്യത്തിന്റെ കൂടെ വൈറ്റമിൻ B12 കഴിക്കാം. ഓക്കെ. സപ്പോസ് നിങ്ങൾക്ക് വൈറ്റമിൻ B12 ലെവൽ കുറവാണെങ്കിൽ നിങ്ങൾക്ക് അതും കൂടെ ഇതിന്റെ കൂടെ കഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് കാൽഷ്യം നിങ്ങളുടെ ബോഡിയിൽ അബ്സോർപ്ഷൻ കൂട്ടും. ഓക്കെ. അപ്പം ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത്രയൊക്കെയാണ് കാൽഷ്യത്തിനെ കുറിച്ചിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാനുള്ളത്. അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ടൈം ഒരു പുതിയ വീഡിയോ ടോപ്പിക്കുമായി വരുന്നത് വരെ all the very good luck to everyone. Stay happy, stay healthy, stay safe. Take care. Bye bye.